ഞങ്ങളുടെ നല്ല സുന്ദരനായ ഹൈദരലിക്കാരിക്കണം. ഹൈദരലിക്കാരുടെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം. ഈ സിനിമയുടെ പേര് പോലെ നമ്മൾ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങാൻ പോവാണ്. ആർക്കെതിരെയുള്ള കേസാ? പല ആളുകൾക്കെതിരെ കേസ് അന്വേഷിക്കാറുണ്ട്. എന്തൊക്കെയോ പരിപാടിയായിട്ടാണ്. എന്തായാലും ഒരു നല്ലൊരു സിനിമ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നു. അത് സുഖേട്ടൻ്റെ കൈകളിലൂടെ ഭദ്രമായിട്ട് പോയിരിക്കുന്നു. എത്ര സിനിമകൾ ചെയ്ത വ്യക്തിയാണ്. താങ്കളുടെ മുമ്പിൽ ഇരിക്കാൻ കഴിയുന്നതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കുന്നു. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. എപ്പോഴും കാണാറുണ്ട് സംസാരം. പക്ഷെ ഒരു സിനിമയുടെ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഇപ്പോഴാണ്. അത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു. പക്ഷെ സിനിമ എല്ലാം മാറ്റങ്ങളാണ് അല്ലേ സുഖേട്ട? വർഷങ്ങളായിട്ട് സുഖേട്ടൻ യാത്ര ചെയ്യുന്നു. സിനിമകൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ സിനിമയല്ല ഇന്ന്, അന്നത്തെ ടെക്നോളജി അല്ല ഇന്ന്. എല്ലാത്തിലും സുഖേട്ടൻ്റെ ഒരു കയ്യൊപ്പുണ്ട് അല്ലേ? ഈ യാത്ര എങ്ങനെ കാണുന്നു സുഖേട്ട? ഈ കാലഘട്ടത്തിലുള്ള യാത്രയും ഞാനിതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് പോലെ തന്നെ ഇത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അത് തന്നെ പരിപാടി. അതെങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ രഹസ്യം, അത് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കങ്ങനെ നോക്കാലോ രാവിലെ അല്ലേ? അല്ലേ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൂടെ പറഞ്ഞു കൊടുക്കുക. അല്ല, നമ്മൾ കറണ്ട് സിനാരിയോയിൽ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എനിക്കൊന്ന് മിനിമൽ എഫേർട്ട് അത്രയെങ്കിലും വേണം. ഇവിടെ നടക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ വേൾഡ് സിനിമ നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണേൽ ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാം യൂട്യൂബുണ്ട്, OTTs ഉണ്ട്, എല്ലാ വഴിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടും മനസ്സിലാക്കിയും നമ്മൾ മുന്നോട്ട് പോവുക, അതാണ്. പിന്നെ നമുക്ക് ചുറ്റുമുള്ള പണ്ടത്തെ പോലെയല്ല, മെയിനായിട്ടൊരു സാധനം നമുക്ക് ചുറ്റും എന്താ നടക്കുന്നത് നമ്മൾ കൂടുതൽ അവെയർ ആവേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ. കാരണം നമ്മൾ പറയുന്ന ഒരു വാക്കോ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്തിയോ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആവാനും നമ്മളെ ഇൻഫേമസ് ആക്കാനും രണ്ടിനും കഴിവുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. നേരത്തെ അതില്ല. കാരണം ഇത്രയും പേര് അറിഞ്ഞു വരണമെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റേയാൾക്ക് അറിഞ്ഞ് റിപ്ലീസ് എന്നിട്ട് പണ്ട് റിപ്ലൈ പറഞ്ഞത് ഒരാൾ മറ്റേയാൾ പറഞ്ഞ് മറ്റേയാൾ 4 പേര് അങ്ങനെ പറഞ്ഞു പോയാൽ തന്നെ പിറ്റേന്ന് കാലത്താകത്തില്ല. ഇതിപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ലോകം മുഴുവൻ അറിയും. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പോകുക എന്നുള്ളതാണ്. ആ ഒരു യാത്ര സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ശരിയും തെറ്റുകളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഏതുമായിട്ട് സിങ്കായി പോകുന്ന പറ്റുന്നോ അതിനൊക്കെ സിങ്കായി പോകുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ നെഗേറ്റ് ചെയ്തിട്ടൊന്നും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കണ്ടിട്ടൊന്നും കാര്യമില്ല. നമുക്ക് സ്മൂത്തായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക, ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഹാപ്പിയായി ജീവിക്കുക, അത് മാത്രം. അതാണ് ഏറ്റവും ആവശ്യം. അതിന് ഹാപ്പിയായിട്ട് ജീവിക്കുക. എനിക്ക് പഴയകാല നടന്മാരെ വെച്ച് നോക്കും നമ്മൾ. ഇതൊക്കെ പുതിയ തലമുറയിലാണ്. സുഖേട്ടന് വർക്ക് ചെയ്യുമ്പോൾ എത്രയോ സിനിമകൾ വർക്ക് ചെയ്ത് എത്ര നടന്മാരുമായിട്ട് ഒരു സംവിധാനം ചെയ്തിരിക്കുന്നു അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം തുറന്നു കാണിച്ച ഒരു സിനിമ സംവിധാനം ചെയ്താണ് അല്ലേ? മാധ്യമപ്രവർത്തക ജീവിതമാണ് തുറന്നത്. തൊടുപുഴയാണ് ഷൂട്ടിങ്. ആ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഞാൻ വന്നിട്ടുണ്ട്. ആ ഒരു കട്ടയുടെ ആ ഒരു ചായക്കടയിൽ നിന്ന് അശോകൻ ചേട്ടനൊക്കെ ഇരിക്കുന്ന ആ ലൊക്കേഷൻ ഞാൻ വന്ന് ഞാൻ അവിടെ ഇന്ത്യ വിഷനിലുള്ളപ്പോഴാണ് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന് എനിക്കിപ്പോൾ ഓർക്കണം. അത് നമ്മുടെയൊക്കെ ജീവിതം തുറന്നു കാണിച്ചത്. അങ്ങനെ എത്രയോ സിനിമകൾ ക്യാമറ ചലിപ്പിച്ച് എത്രയോ ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ പുതുതലമുറയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇവരൊക്കെ പുതുതലമുറയാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്ന 3 പേരിൽ സുഖേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളുകയും സുഖേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കുറച്ച് എന്ന് ചെയ്യുന്നു. ഈ 3 പേരിൽ ഒരാളുടെ പേര് പറയാമോ? ആലോചിച്ച് പറയണം. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്ത് 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.